കാട്ടാനകളുടെ ആക്രമണം മൂലം നാശനഷ്ടം നേരിടാത്തതായി യാതൊന്നും ബാക്കിയില്ല എന്ന അവസ്ഥയിൽ തുടരുകയാണ് കുട്ടമ്പുഴ പഞ്ചായത്തിലെ പിണവൂർക്കുടി പ്രദേശം. ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണിയാകുന്ന തരത്തിൽ എല്ലാ ദിവസവും ഇവിടം കാട്ടാനകളെ കൊണ്ട് പൊറുതിമുട്ടുന്ന സ്ഥിതിയാണുള്ളത്. കടുവയുടെ സാന്നിധ്യം കൂടി കണ്ടെത്തിയതോടെ എങ്ങനെ ജീവിതം സാധ്യമാകും എന്ന ചോദ്യം മുന്നോട്ട് വയ്ക്കുകയാണ് ഇവിടുത്തുകാർ. കുട്ടമ്പുഴ പിണവൂർക്കുടി സ്വദേശിനി കാഞ്ഞിരത്തിങ്കൽ സുശീല താൻ നട്ടുവളർത്തി പാകമായി നിൽക്കുന്ന വാഴക്കുലയുടെ സമീപത്ത് നിൽക്കുന്നത് യാതൊരുവിധ പ്രതീക്ഷയും ഇല്ലാതെയാണ്. ഏതാനും ദിവസം കഴിഞ്ഞാൽ കുല വെട്ടിയെടുക്കാം. എന്നാൽ അന്നുവരെ ഇത് ഉണ്ടാകുമോ എന്നറിയില്ല. എന്നും എത്തുന്ന കാട്ടാനക്കൂട്ടം അടുത്ത വരവിന് ഇത് നശിപ്പിച്ചേക്കാം. ഇതുപോലെ നിരവധി കർഷകർ, നിരവധി കൃഷിവിളകൾ. കാട്ടാനക്കൂട്ടത്താൽ വലയം ചെയ്യപ്പെട്ട ഒരു ഗ്രാമത്തിന്റെ സ്ഥിതിയാണ് ഇവിടെ പറയുന്നത്. കുട്ടമ്പുഴ ഗ്രാമപഞ്ചായത്തിലെ പിണവൂർക്കുടി. 3 വശത്തും നിബിഡ വനം. ഇവിടെ കാട്ടാനകൾ ആക്രമിക്കാത്തതായി യാതൊന്നും ബാക്കിയില്ല എന്നുതന്നെ പറയാം. കായ്ഫലമുള്ള ഒരു തെങ്ങുപോലും കാഞ്ഞിരത്തിങ്കൽ മോഹനന്റെ കൃഷിയിടത്തിൽ ഇനി ബാക്കിയില്ല. ഇത് നിറയെ കായ്ഫലം ഉണ്ടായിരുന്ന തെങ്ങാണ്. ഇത് കിടത്തിയിട്ടിട്ട് ഇതിന്റെ കരിക്ക് പാറപ്പുറത്ത് കൊണ്ട് വെച്ച് സ്ഥിരം ഇതാ പരിപാടി. കഴിഞ്ഞ വർഷം ഇതുപോലെ ഉണ്ടായിരുന്ന തെങ്ങിൽ അവിടെ വരണം ആക്കണം. പിന്നെ തൈകൾ ഒരു 10-30ഓളം തൈകൾ കളഞ്ഞു. തൈത്തെങ്ങിനോടുമില്ല ആനയ്ക്ക് വിട്ടുവീഴ്ച. കൂമ്പ് തന്നെ വേണം തിന്നാൻ. കൊക്കോ കൃഷി ചെയ്യുന്നവർക്ക് അണ്ണാനും ആനയും ഇനി വലിപ്പച്ചെറുപ്പങ്ങൾക്ക് ഉദാഹരണമേയല്ല. പകരം തങ്ങളെ നേരിട്ട് ബാധിക്കുന്ന 2 ശത്രുക്കളാണ്. കാരണം കാട്ടാനകൾക്ക് പഴുത്ത കൊക്കോ വലിയ ഇഷ്ടമാണ്. കൊക്കോ മരത്തിന്റെ ചില്ലകളും ആനകൾ ഒടിച്ച് നശിപ്പിക്കും. കാട്ടാനകൾ ഊർന്നിറങ്ങുന്നതുമൂലം ഇടിഞ്ഞുകിടക്കുന്ന പറമ്പിന്റെ ഭാഗമാണ് ഈ കാണുന്നത്. ഇനി റബ്ബറിന്റെ കാര്യത്തിലാണെങ്കിൽ ടാപ്പിംഗ് നടത്താൻ കഴിയാത്ത സാഹചര്യമാണുള്ളത്. ആനകൾ തിരികെ വനത്തിലേക്ക് കയറിപ്പോകാതെ എങ്ങനെ ടാപ്പിംഗ് നടത്തുമെന്നാണ് വിമുക്ത സൈനികൻ കൂടിയായ പ്രേംജി പറയുന്നത്. ഞാൻ രാവിലെ വെട്ടാൻ ചെല്ലുമ്പോഴത്തേനും ഇത് പറമ്പിരിക്കുകയാണ് റബ്ബർ തോട്ടത്തിൽ വലിയ ഒരു കോമ്പൻ. പിന്നെ നമ്മൾ ആൾക്കാരെല്ലാം മേളം വെച്ച് മുറ്റത്തിൽ പടക്കം പൊട്ടിച്ചിട്ടാണ് പോയത്. അതിന് പിന്നെ സ്ഥിരം പറയാം ഇതിനെ നടക്കുന്നതിന് ആയിക്കോട്ടെ. സ്ഥിരം ജീവിക്കാൻ വയ്യാതായി എന്നു പറഞ്ഞാൽ കുറഞ്ഞു പോകുമെന്നാണ് ആദിവാസി കോൺഗ്രസ് എറണാകുളം ജില്ലാ പ്രസിഡന്റ് കെ ദാസപ്പൻ പറയുന്നത്. എനിക്ക് ഇവിടുത്തെ കാട്ടാന ശല്യവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്, ഇവിടെ ഇപ്പോൾ വ്യാപകമായിട്ടും പിണവൂർക്കുടിക്ക് ചുറ്റും ആന വളഞ്ഞിരിക്കുകയാണ്. ഈ വനവുമായി ബന്ധപ്പെട്ട എല്ലാ മേഖലകളിലും ആന നിരന്തരം ശല്യം ചെയ്യുകയും ലക്ഷങ്ങളുടെ നഷ്ടങ്ങൾ വരുത്തുകയാണ്. അവനവന്റെ പറമ്പിലുള്ള ആദായം പോലും എടുക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് ജനങ്ങൾ. ആനയ്ക്ക് പിന്നാലെ കഴിഞ്ഞ ദിവസം കടുവയും എത്തി. മുതുവാൻ വിഭാഗക്കാരിയായ സ്വപ്ന കൃഷ്ണന്റെ വീട്ടുമുറ്റത്ത് തൊട്ടടുത്ത വീടിന്റെ ടെറസിൽ നിന്നിരുന്ന സുശീല ഇത് കാണുകയും ചെയ്തു. ആന വരുന്നത് നോക്കി ഇവിടെ വീടിന്റെ ടെറസിന്റെ മുകളിൽ ഒരു കസേരയൊക്കെ ഇട്ടിരിക്കുക. അന്നേരമാണ് തൊട്ടടുത്ത സ്വപ്ന വലിയ വായിൽ അലർക്കറിയുന്നത്. ഞാൻ ഞെട്ടിപ്പോയിട്ട് സ്വപ്ന എന്താ പേടിച്ചിട്ടാണോ എന്താ കണ്ടതെന്ന് വെച്ചാൽ ചെറുപ്പം വിളിച്ചു. അപ്പോൾ കരച്ചിൽ മാത്രമേ ഉണ്ട്. വലിയ വായിൽ അലറി വിളിക്കുക, ഓട്ടവും കാണാം. എന്നിട്ട് പിന്നെ എല്ലാവരും, അതിനു മുമ്പ് ഞാൻ വിസിലൂതി എൻ്റെ കയ്യിൽ വിസിലുണ്ടായിരുന്നു, ടോർച്ച് ഉണ്ടായിരുന്നു. പിന്നെ ഫോണെല്ലാം ഓണാക്കി വെച്ചേക്കുമായിരുന്നു, എന്തെങ്കിലും സൗണ്ട് കേട്ടാൽ പിടിക്കുക. ഈ കരച്ചിൽ കേട്ടിട്ട് അതുപോലെ ഞാൻ മറന്നുപോയി. പെട്ടെന്ന് എനിക്ക് സ്വപ്നയെന്ന് അലറി വിളിക്കാനാണ് തോന്നിയത്. കടുവയെ കണ്ടെത്താൻ വനം വകുപ്പ് ഇവിടെ ക്യാമറകളും സ്ഥാപിച്ചു. തൊഴിലുറപ്പ് തൊഴിലാളികളെയും ആന വെറുതെ വിട്ടില്ല. 9ാം വാർഡിൽ സ്ഥാപിച്ചിരുന്ന തൊഴിലുറപ്പിന്റെ ബോർഡും നശിപ്പിച്ചു. വളർത്തു മൃഗങ്ങൾക്കും നേരിട്ടു കാട്ടാനകളുടെ ഉപദ്രവം. പട്ടീനെ അടിച്ചിട്ട് പോയി, പട്ടിയുടെ കൈക്കൊന്നും വയ്യാതെ ഇരിക്കും അതിന്. അതുകൊണ്ട് കുരയ്ക്ക് പോലുമില്ല. കേരള വിഷന്റെ കേബിളുകളും ആന ദിവസവും നശിപ്പിക്കുന്നതായി ഓപ്പറേറ്ററായ ജോയ്സ് കറിയ പറയുന്നു. കേബിൾ പൊക്കിക്കെട്ടുന്നതിന് മുമ്പ് തന്നെ ആനയുടെ ശല്യം കൊണ്ട് പല കേബിളും ആന മരം തള്ളിയിടുക, അങ്ങനെ പൊട്ടിപ്പോകുന്നുണ്ട്. ഇന്നും രാവിലെ 5 മണിക്ക് ഈ കേബിൾ പൊട്ടിയിട്ടുണ്ട്, ആന തള്ളിയിട്ടാ അത് പൊട്ടിയിട്ടുണ്ട്. ഞാനിപ്പോൾ ജോയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്ക് നല്ല കഷ്ടതയും നഷ്ടമുണ്ട്. മേൽപ്പറഞ്ഞതത്രയും ആകെയുള്ള സംഭവങ്ങളിൽ ചിലതു മാത്രമാണ്. ഇനിയും കാട്ടാനയാക്രമണങ്ങളെ നിസ്സാരമായി കണ്ടാൽ മനുഷ്യജീവനുകൾക്ക് നേരെയാവും ആക്രമണമുണ്ടാവുക. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.